നിൽക്കൂ. ഈ വെളുത്ത ചെറിയ ഗുളിക വെറും ഭഗവാന്റെ ആരതി ഒഴിയാൻ മാത്രമുള്ളതാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതൊരു പൂജാസാധനമായി മാത്രം കരുതിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന്റെ യഥാർത്ഥ സ്ഫോടനാത്മകമായ ശക്തിയെക്കുറിച്ച് നിങ്ങൾ ഇപ്പോഴും അജ്ഞനാണ്. ഒരു നിമിഷം എന്റെ വാക്കു കേൾക്കൂ. സാധാരണമായി തോന്നുന്ന ഈ കർപ്പൂരം ഖരരൂപത്തിൽ നിന്ന് നേരിട്ട് വാതകമായി മാറുന്ന ഈ ഭൂമിയിലെ ഒരേയൊരു പദാർത്ഥമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതൊരിക്കലും വെള്ളമാകുന്നില്ല. ഇത് അതിന്റെ അവസ്ഥയെ ഒഴിവാക്കുന്നു. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ ഇതിനെ സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നു. ആത്മീയതയുടെ ഭാഷയിലോ? ആത്മീയതയുടെ ഭാഷയിൽ ഇതിനർത്ഥം കഷ്ടപ്പാടുകൾ ഒഴിവാക്കി നേരിട്ട് വിജയത്തിലെത്തുക എന്നതാണ്. നിങ്ങളുടെ വീട്ടിലെ ആരതിയുടെ ഭാഗമല്ലാത്ത എന്നാൽ ഒരു എനർജി സർജറിയായി പ്രവർത്തിക്കുന്ന കർപ്പൂരം കത്തിക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അടുത്ത 4 മണിക്കൂറിനുള്ളിൽ, അതെ, വെറും 4 മണിക്കൂറിനുള്ളിൽ ഈ ചെറിയ കർപ്പൂരം നിങ്ങളുടെ വീട്ടിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന ദാരിദ്ര്യവും ദോഷദൃഷ്ടിയും സാമ്പത്തിക തടസ്സങ്ങളും ഇല്ലാതായിരുന്നതുപോലെ ചുട്ടരിക്കും. പണം സമ്പാദിക്കാൻ സമയമെടുക്കുമെന്ന് ആളുകൾ പറയുന്നു. എന്നാൽ ഞാൻ പറയുന്നു, ഈ കർപ്പൂരം കത്തുന്ന സമയം മാത്രമേ വീടിന്റെ ഊർജ്ജം മാറ്റാൻ ആവശ്യമുള്ളൂ. നിങ്ങളെ വരിഞ്ഞുമുറുക്കിയിരിക്കുന്ന ആ കറുത്ത നിഴലിൽ നിന്ന് നിങ്ങളുടെ വീടിനെയും ചുമരുകളെയും പണപ്പെട്ടിയെയും മോചിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ള സഞ്ജീവിനിയാണ്. ഇന്ന് നമ്മൾ വെറുതെ പുകയുണ്ടാക്കാൻ പോകുന്നില്ല. ഇന്ന് നമ്മൾ നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം റീസെറ്റ് ചെയ്യും. സമ്പന്നരുടെ വീടുകളിൽ ദിവസവും നടക്കുന്ന എന്നാൽ നിങ്ങൾക്കൊരിക്കലും കാണിച്ചു തരാത്ത ആ രഹസ്യരീതി നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. ആദ്യം നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം ഒന്ന് അനുഭവിച്ചറിയൂ. നിങ്ങളുടെ വീട്ടിൽ എന്തോ ഒരു വല്ലാത്ത ഭാരം ഉള്ളതുപോലെ നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ടോ? വീട്ടിൽ കയറുമ്പോൾ തന്നെ നിങ്ങളുടെ മൂഡ് മോശമാകും. പുറത്ത് നിങ്ങൾ സന്തോഷവാനായിരിക്കും, സുഹൃത്തുക്കളോട് ചിരിക്കും, പക്ഷെ വീടിന്റെ പടി കടക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത സങ്കടവും ദേഷ്യവും നിങ്ങളുടെ ചുമലിൽ ഇരിക്കുന്നതായി തോന്നും. അകാരണമായ ദേഷ്യം, ക്ഷീണം, കുടുംബാംഗങ്ങൾക്കിടയിൽ ചെറിയ കാര്യങ്ങൾക്ക് വഴക്ക്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കം, അല്ലെങ്കിൽ കുട്ടികളുടെ ശാഠ്യം. ഏറ്റവും വലിയ കാര്യം, പണം വന്നാലും അത് പെട്ടെന്ന് അസുഖങ്ങൾക്കോ വണ്ടിയുടെ റിപ്പയറിങ്ങിനോ മറ്റനാവശ്യ ചെലവുകൾക്കോ ആയി പോയിക്കൊണ്ടിരിക്കും. ഇതൊരു യാദൃച്ഛികമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല. ഇതാണ് സ്തംഭിച്ചു നിൽക്കുന്ന ഊർജം. നിങ്ങളുടെ വീടിന്റെ ഓരോ കോണിലും ചുമരുകളിലും ഫർണിച്ചറുകളിലും നെഗറ്റീവ് വൈബ്രേഷൻ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. വീട്ടിൽ പൊടി അടിഞ്ഞുകൂടുന്നതുപോലെ ദാരിദ്ര്യത്തിന്റെ ഊർജവും അടിഞ്ഞുകൂടുന്നു. ചൂലുകൊണ്ടടിച്ചാൽ പൊടി പോകും, എന്നാൽ ആ ഊർജം പോകില്ല. ആ ഊർജം അവിടെ തന്നെ ഇരുന്ന് പണത്തിന്റെ ഒഴുക്കിനെ തടയുന്നു. പുറത്ത് നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും നിങ്ങളുടെ വീടിന്റെ ഫ്രീക്വൻസി നെഗറ്റീവ് ആണെങ്കിൽ അത് പണത്തെ അകറ്റി നിർത്തും, തള്ളി പുറത്താക്കും. ലക്ഷ്മീദേവിയെ ചഞ്ചലയെന്ന് വിളിക്കാറുണ്ട്. പക്ഷേ സുഗന്ധവും ശുദ്ധിയുമുള്ളിടത്ത് മാത്രമേ ദേവി നിൽക്കൂ. ദുർഗന്ധവും ഭാരവുമുള്ള ഇടങ്ങളിൽ നിന്ന് ലക്ഷ്മി ഓടിയകലുന്നു. ഇന്ന് നമുക്ക് ആ അദൃശ്യമായ മാലിന്യങ്ങളെ വൃത്തിയാക്കണം. ഇതിനായി നമുക്ക് സാധാരണമായ ഒന്നല്ല, ഒരു നെഗറ്റീവ് എനർജി വാക്വം ക്ലീനറാണ് ആവശ്യം. ആ വാക്വം ക്ലീനറാണ് കർപ്പൂരം. എന്നാൽ അതിലെ ശാസ്ത്രം മനസ്സിലാക്കുക. എന്തുകൊണ്ട് കർപ്പൂരം? എന്തുകൊണ്ട് ചന്ദനത്തിരി ഉപയോഗിക്കുന്നില്ല? ചന്ദനത്തിരി മുള കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് കത്തിക്കുന്നത് ശാസ്ത്രങ്ങളിൽ നിരോധിച്ചിട്ടുള്ളതാണ്. കാരണം മുള കത്തിക്കുന്നത് വംശം കത്തിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ കർപ്പൂരം ശുദ്ധമായ സസ്യങ്ങളുടെ സത്താണ്. കർപ്പൂരം കത്തുമ്പോൾ അത് വായുവിലുള്ള ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിക്കുന്നു എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ക്വാണ്ടം തലത്തിൽ അത് വായുവിന്റെ ഫ്രീക്വൻസി മാറ്റുന്നു. കർപ്പൂരത്തിന്റെ ഗന്ധം നമ്മുടെ തലച്ചോറിലെ ഓർമ്മകളുടെയും വികാരങ്ങളുടെയും കേന്ദ്രമായ ലിംബിക് സിസ്റ്റത്തെ ഉണർത്തുന്നു. ഇത് നിങ്ങളുടെ തലച്ചോറിൽ നിന്നുള്ള ഭയവും വിഷാദവും പെട്ടെന്നില്ലാതാക്കുന്നു. കർപ്പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സബ്ലിമേഷൻ ഗുണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുക. നിങ്ങൾ ഖരാവസ്ഥയിലായിരിക്കുന്നു. നിങ്ങൾ ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയിരിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ കല്ലുപോലെ ഉറച്ചുപോയി. പണം വരുന്നില്ല, കടം തീരുന്നില്ല, പുരോഗതിയില്ല. ഇതെല്ലാം ഒരു ഖരാവസ്ഥയാണ്. നിങ്ങൾക്കെന്താണ് വേണ്ടത്? നിങ്ങൾക്കൊരു ഒഴുക്ക് വേണം. നിങ്ങൾക്ക് പറക്കണം. വാതകം പോലെ ഭാരം കുറഞ്ഞതാകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലായിടത്തും എത്താൻ കഴിയൂ. കർപ്പൂരം നിങ്ങളെ അതാണ് പഠിപ്പിക്കുന്നത്. കർപ്പൂരം കത്തിക്കുമ്പോൾ എന്റെ സ്തംഭിച്ച അവസ്ഥ ഉപേക്ഷിച്ച് പുതിയതും ഭാരം കുറഞ്ഞതും വിപുലവുമായ അവസ്ഥയിലേക്ക് മാറാൻ ഞാൻ തയ്യാറാണെന്ന് നിങ്ങൾ പ്രപഞ്ചത്തിന് സന്ദേശം നൽകുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ രീതിയെ ക്യാംഫർ ക്ലെൻസിംഗ് പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നു. ഇതിൽ നമ്മൾ കർപ്പൂരം ഒറ്റയ്ക്കല്ല കത്തിക്കുന്നത്. കർപ്പൂരം വെളുത്തതാണ്, സമാധാനത്തിന്റെ പ്രതീകമാണ്. എന്നാൽ നിങ്ങളുടെ പണം കാർന്നു തിന്നുന്ന ദുർമന്ത്രവാദത്തെയോ കരിങ്കണ്ണിനെയോ നെഗറ്റീവ് ഊർജത്തെയോ ഇല്ലാതാക്കാൻ കർപ്പൂരത്തിനൊപ്പം നമുക്കൊരു പങ്കാളിയെ കൂടി വേണം. ആ നെഗറ്റിവിറ്റിയെ വലിച്ച് കർപ്പൂരത്തിന്റെ തീയിലേക്കിടാൻ കഴിയുന്ന ഒരു പങ്കാളി. അതാണ് ഗ്രാമ്പൂ.
അതെ, ഒരു കർപ്പൂരവും 2 ഗ്രാമ്പൂവും. ഈ കോമ്പിനേഷൻ നെഗറ്റീവ് എനർജിക്ക് ഒരു ആറ്റം ബോംബ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഗ്രാമ്പൂ ശനിയുടെയും രാഹുവിന്റെയും ഊർജം വലിച്ചെടുക്കുന്നു. തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതും ജോലികൾ വൈകിപ്പിക്കുന്നതും പെട്ടെന്നുള്ള ചെലവുകൾ കൊണ്ടുവരുന്നതുമായ ഗ്രഹങ്ങളാണ് ശനിയും രാഹുവും. കർപ്പൂരം ശുക്രന്റെ ഊർജം വർദ്ധിപ്പിക്കുന്നു. ശുക്രൻ എന്നാൽ സമ്പത്തും സുഖവും ആഡംബരവുമാണ്. ഇവ രണ്ടും ചേരുമ്പോൾ തടസ്സങ്ങൾ എരിയുകയും സമ്പത്തിന്റെ വഴി തുറക്കുകയും ചെയ്യുന്നു. ഇതൊരു താന്ത്രിക സന്തുലിതാവസ്ഥയാണ്. തിന്മയെ കത്തിച്ചുകളയുകയും നന്മയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ഇനി ഇത് എങ്ങനെ ചെയ്യണം എന്ന് ശ്രദ്ധയോടെ കേൾക്കുക. കാരണം 90% ആളുകളും ഇത് തെറ്റായാണ് ചെയ്യുന്നത്. അവർ അത് കത്തിച്ച് പൂജാമുറിയിൽ വെച്ചേക്കും. പാടില്ല. നമ്മൾ ഈ പുകയെ ഗൈഡ് ചെയ്യണം. എവിടേക്കാണ് പോകേണ്ടതെന്ന് നമ്മൾ ഈ പുകയോട് പറയണം. ഈ പുക ഉപയോഗിച്ച് നമുക്ക് വീടിന്റെ സർജറി ചെയ്യണം. ആദ്യം വേണ്ട സാധനങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഭീംസേനി കർപ്പൂരം വേണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കടകളിൽ പെട്ടികളിൽ കിട്ടുന്ന ഗുളിക രൂപത്തിലുള്ള കർപ്പൂരം പലപ്പോഴും സിന്തറ്റിക്കാണ്. അതിൽ മെഴുക് കലർന്നിട്ടുണ്ടാകും. അത് കത്തുമ്പോൾ കറുത്ത പുകയും കാർബണും പുറപ്പെടുവിക്കുന്നു. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. നിങ്ങൾക്ക് വേണ്ടത് ക്രിസ്റ്റൽ പോലെയിരിക്കുന്ന വളഞ്ഞും പൊളഞ്ഞും ഇരിക്കുന്ന കൽക്കണ്ടം പോലെയുള്ള ഭീംസേനി കർപ്പൂരമാണ്. ഇത് ശുദ്ധമാണ്. കത്തിക്കഴിഞ്ഞാൽ ഇത് ഒരു പാടും അവശേഷിപ്പിക്കില്ല. ഭീംസേനി കർപ്പൂരം കിട്ടിയില്ലെങ്കിൽ സാധാരണ കർപ്പൂരം എടുക്കാം, പക്ഷേ അത് നല്ല നിലവാരമുള്ളതാണെന്ന് ഉറപ്പാക്കുക. രണ്ടാമത്തെ കാര്യം, 2 ഗ്രാമ്പൂ. ഗ്രാമ്പൂ പൊട്ടിയതാകരുത്. അതിന്റെ മുകളിലെ ഉരുണ്ട ഭാഗം പൂർണ്ണമായി ഉണ്ടായിരിക്കണം. ആ പൂവാണ് നെഗറ്റിവിറ്റി പിടിച്ചെടുക്കുന്ന ആന്റിന. ആന്റിന പൊട്ടിയാൽ അതിന് നെഗറ്റീവ് എനർജി വലിച്ചെടുക്കാൻ കഴിയില്ല. മൂന്നാമത്തെ കാര്യം, ഒരു മൺപാത്രം അല്ലെങ്കിൽ പഴയ മൺവിളക്ക്. സ്റ്റീൽ അല്ലെങ്കിൽ ഇരുമ്പ് പാത്രങ്ങളിൽ കത്തിക്കരുത്. മണ്ണാണ് ഏറ്റവും നല്ലത്, കാരണം ഇത് ഭൂമി മൂലകമാണ്. ഇത് തീയെ നിയന്ത്രിച്ചു നിർത്തുന്നു. ഇനി സമയത്തെക്കുറിച്ച് സംസാരിക്കാം. ഈ പ്രതിവിധി ചെയ്യാൻ ഏറ്റവും ശക്തമായ സമയം സന്ധ്യാകാലമാണ്. അതായത് പകലും രാത്രിയും സന്ധിക്കുന്ന സമയം. സൂര്യൻ അസ്തമിക്കുകയും ഇരുട്ട് വീഴുകയും ചെയ്യുന്ന സമയം. ഇതിനെ ഗോധൂളി സമയം എന്ന് വിളിക്കുന്നു. ശാസ്ത്രമനുസരിച്ച് ഈ സമയത്താണ് നെഗറ്റീവ് ശക്തികൾ ഏറ്റവും കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുന്നതും ലക്ഷ്മീദേവി യാത്രയ്ക്കിറങ്ങുന്നതും. നിങ്ങളുടെ വീടിന്റെ വാതിൽ ഈ സമയത്ത് ഏത് ഊർജ്ജത്തിനായാണ് തുറന്നിരിക്കുന്നത് എന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് ദാരിദ്ര്യം വരുമോ അതോ സമ്പത്ത് വരുമോ എന്ന് തീരുമാനിക്കുന്നു. വൈകുന്നേരം 6:30-ക്കും 7:30-ക്കും ഇടയിലുള്ള സമയമാണ് ഏറ്റവും മികച്ചത്. ഇതാണ് ഗോൾഡൻ അവർ. ഇനി രീതി ആരംഭിക്കാം. നിങ്ങളുടെ വീടിന്റെ മധ്യഭാഗത്ത് നിൽക്കുക. വാസ്തുവിൽ ഇതിനെ ബ്രഹ്മസ്ഥാനം എന്ന് വിളിക്കുന്നു. നടുവിൽ സ്ഥലമില്ലെങ്കിൽ അടുക്കളയിലേക്ക് പോകുക, കാരണം അടുക്കള വീടിന്റെ വയറാണ്, വീടിന്റെ ഊർജ്ജകേന്ദ്രമാണ്. മൺപാത്രത്തിൽ ഒരു വലിയ കർപ്പൂരം വയ്ക്കുക. അതിനു മുകളിൽ ആ 2 ഗ്രാമ്പൂ വയ്ക്കുക. ഇനി തീപ്പെട്ടി ഉരച്ച് കത്തിക്കുക. ലൈറ്റർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. തീപ്പെട്ടിയിലെ തീ പ്രകൃതിദത്തമായി കണക്കാക്കപ്പെടുന്നു. കർപ്പൂരത്തിൽ തീ പിടിച്ച് ജ്വാലകൾ ഉയരുമ്പോൾ കണ്ണുകൾ അടച്ച് ശക്തമായ ഒരു അഫർമേഷൻ മനസ്സിൽ പറയുക. ഈ അഗ്നിയിൽ എന്റെ വീടിന്റെ ദാരിദ്ര്യവും രോഗവും ദുരിതവും കടവും ഞാൻ ഭസ്മമാക്കുന്നു. അല്ലയോ അഗ്നിദേവ, എന്റെ വീടിനെ ശുദ്ധീകരിക്കുക. ഇനി കത്തുന്ന ആ പാത്രം കയ്യിലെടുക്കുക. പാത്രം ചൂടാകാൻ സാധ്യതയുള്ളതിനാൽ അതൊരു പ്ലേറ്റിലോ സ്റ്റാൻഡിലോ വയ്ക്കാം. ഇനി നിങ്ങൾ വീടിന് ചുറ്റും നടക്കണം. എന്നാൽ ഏത് ദിശയിലാണ് നടക്കേണ്ടത്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ തെറ്റുവരുത്തരുത്. നിങ്ങൾ ക്ലോക്ക് വൈസ് ദിശയിൽ, അതായത് ഘടികാര ദിശയിൽ വേണം നടക്കാൻ. ഇടത്തുനിന്ന് വലത്തോട്ട്. നിങ്ങളുടെ മെയിൻ ഗേറ്റിൽ നിന്ന് ആരംഭിച്ച് ഓരോ മുറിയിലും ഓരോ കോണിലും ആ പുക കൊണ്ടുപോകുക. പ്രത്യേകിച്ച് ഇരുട്ടുള്ളതോ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതോ വായുസഞ്ചാരം കുറഞ്ഞതോ ആയ കോണുകളിൽ. നെഗറ്റീവ് എനർജി ഒളിച്ചിരിക്കുന്നത് അവിടെയാണ്. കോണുകളിൽ ഊർജം പലപ്പോഴും സ്തംഭിച്ചു പോകുന്നു. നിങ്ങൾ കത്തുന്ന കർപ്പൂരം അവിടെ കൊണ്ടുപോകുമ്പോൾ ആ സ്തംഭിച്ച ഊർജം ഉരുകാൻ തുടങ്ങും. ബാത്റൂമിന്റെയും ടോയ്ലറ്റിന്റെയും വാതിലിന് പുറത്തുകൂടി പുക കാണിക്കുക. അകത്തേക്ക് കൊണ്ടുപോകരുത്, കാരണം അത് രാഹുവിന്റെ സ്ഥാനമാണ്. അവിടെയുള്ള ഊർജത്തെ നമ്മൾ ശല്യം ചെയ്യരുത്. പുറത്തുനിന്ന് മാത്രം ശുദ്ധീകരിച്ചാൽ മതി. നിങ്ങൾ നടക്കുമ്പോൾ ഇതൊരു പുകയല്ലെന്നും മറിച്ച് ചുമരുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറുത്ത നിഴലിനെ ചുട്ടിരിക്കുന്ന ഒരു വെളുത്ത പ്രകാശമാണെന്നും മനസ്സിൽ സങ്കൽപ്പിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക. ഗ്രാമ്പൂ കത്തുമ്പോൾ ഒരു പൊട്ടുന്ന ശബ്ദം കേൾക്കാം. ചട്ട് 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 എന്ന്. ആ ശബ്ദം ശ്രദ്ധയോടെ കേൾക്കുക. ആ ശബ്ദം ഒരു സംഗീതമാണ്. ദോഷദൃഷ്ടികൾ തകരുകയാണ് എന്നതിന്റെ തെളിവാണത്. തടസ്സങ്ങൾ പൊട്ടിത്തെറിക്കുകയാണ്. എത്രത്തോളം ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കുന്നുവോ അത്രത്തോളം വലിയ ദോഷമാണ് നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നതെന്നും അതിപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലാക്കുക.
വീട് മുഴുവൻ ചുറ്റിക്കറങ്ങി എല്ലാ മുറികളിലൂടെയും കടന്നുപോയ ശേഷം നിങ്ങളുടെ പ്രധാന വാതിലിനടുത്തേക്ക്, അതായത് മെയിൻ ഗേറ്റിലേക്ക് തിരികെ വരിക. ഇനി കത്തുന്ന ആ പാത്രം വീടിന് പുറത്തു വയ്ക്കുക. നിങ്ങൾ ഫ്ളാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ ബാൽക്കണിയിലോ പ്രധാന വാതിലിന് പുറത്ത് വശങ്ങളിലോ വയ്ക്കാം. സ്വന്തം വീടാണെങ്കിൽ ഗേറ്റിന് പുറത്തു വയ്ക്കുക. എന്തുകൊണ്ട്? കാരണം നമ്മൾ വീട് മുഴുവനുമുള്ള മാലിന്യങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. വീട് മുഴുവൻ നമ്മൾ അടിച്ചുവാരി. ഇനി അത് വീടിന് പുറത്തേക്ക് കളയണം. പലരും അത് വീടിനുള്ളിൽ തന്നെ കത്തിത്തീരാൻ അനുവദിക്കും. അതൊരു തെറ്റാണ്. നിങ്ങൾ മാലിന്യം ശേഖരിച്ച് ഡ്രോയിംഗ് റൂമിൽ തന്നെ വെച്ചാൽ ദുർഗന്ധം അവിടെ തന്നെ നിൽക്കും. അത് പുറത്തേക്ക് കളയണം. അതിനെ അകത്ത് വെച്ച് അണയാൻ അനുവദിക്കരുത്. പുറത്തുവെച്ച് അത് സ്വയം കത്തിത്തീരട്ടെ. ആ ഗ്രാമ്പൂവും കർപ്പൂരവും പൂർണ്ണമായും കത്തിത്തീർന്ന് ചാരം മാത്രമാകുമ്പോൾ ജോലി കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കുക. ആ ചാരം ഇപ്പോൾ വെറുമൊരു ചാരമല്ല, അത് കത്തിച്ചു കളഞ്ഞ ദാരിദ്ര്യമാണ്. നിങ്ങളുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളുടെയും ശവശരീരമാണത്. ആ ചാരം കാറ്റിൽ പറത്തിക്കളയുകയോ വെള്ളത്തിൽ ഒഴുക്കിക്കളയുകയോ വീട്ടിൽ നിന്ന് അകലെയുള്ള ഏതെങ്കിലും ചെടിയിൽ ഇടുകയോ ചെയ്യുക. തുളസിയിലിടരുത്. വീട്ടിലെ ഡസ്റ്റ്ബിന്നിലും ഇടരുത്. നിങ്ങളുടെ പറമ്പിൽ നിന്ന് തന്നെ അതിനെ ഒഴിവാക്കുക. ഇനി ചോദ്യമിതാണ്, എന്തുകൊണ്ട് 4 മണിക്കൂർ? വീഡിയോയുടെ തുടക്കത്തിൽ 4 മണിക്കൂറിനുള്ളിൽ ദാരിദ്ര്യം അവസാനിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏതൊരു സ്ഥലത്തെയും വായുവും ഊർജവും പൂർണ്ണമായും സെറ്റിലാകാൻ ഏകദേശം 3-4 മണിക്കൂർ എടുക്കുമെന്ന് ശാസ്ത്രം പറയുന്നു. നിങ്ങളിത് ചെയ്യുമ്പോൾ വീടിന്റെ അന്തരീക്ഷത്തിൽ നിങ്ങൾ ഒരു വലിയ മാറ്റം കൊണ്ടുവരികയാണ്. നമുക്ക് നല്ലതായ നെഗറ്റീവ് അയോണുകൾ വായുവിൽ നിറയുന്നു. കർപ്പൂരം അണയുന്ന നിമിഷം മുതൽ അടുത്ത 4 മണിക്കൂർ ആ വീടിന്റെ ചുമരുകൾ ഈ പുതിയ ശുദ്ധമായ ഊർജം വലിച്ചെടുക്കും. വീടിന്റെ കാറ്റ് മാറിയതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ശ്വസിക്കാൻ എളുപ്പമാകും. നെഞ്ചിൽ തോന്നിയിരുന്ന ആ ഭാരം ഇല്ലാതാകും. വീട്ടിൽ ഏതെങ്കിലും കുട്ടി കരയുന്നുണ്ടായിരുന്നെങ്കിൽ അവർ ശാന്തരാകും. എന്തെങ്കിലും വഴക്ക് നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് അന്തരീക്ഷം തണുക്കും. ഇതൊരു പെട്ടെന്നുള്ള മാറ്റമാണ്. പണത്തിന്റെ കാര്യമോ? പണം ഒരു ഊർജമാണ്. പണം ഒരു ഒഴുക്കാണ്. നിങ്ങൾ വീട്ടിലെ തടസ്സങ്ങളെല്ലാം കത്തിച്ചുകളയുമ്പോൾ ഇതുവരെ പുറത്തുനിന്ന പണത്തിനകത്തേക്ക് വരാനുള്ള വഴി ലഭിക്കും. ഒരുപക്ഷേ അടുത്ത 4 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല വാർത്ത ലഭിച്ചേക്കാം. മുടങ്ങിക്കിടന്ന എന്തെങ്കിലും ജോലി നടന്നേക്കാം. ഏതെങ്കിലും പേയ്മെന്റ് വന്നേക്കാം. വഴി വ്യക്തമായിരിക്കുന്നു എന്നതിന്റെ സൂചനകളാണിവ. ഇത് എപ്പോഴൊക്കെ ചെയ്യണം? നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ വളരെ മോശമാണെങ്കിൽ, ദിവസവും വഴക്കുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, പണമൊട്ടും നിൽക്കുന്നില്ലെങ്കിൽ, ഇത് തുടർച്ചയായി 7 ദിവസം എല്ലാ വൈകുന്നേരവും ചെയ്യുക. ഇത് നിങ്ങളുടെ വീടിനെ ഡീപ്പ് ക്ലീനിംഗ് ചെയ്യും. അവസ്ഥകൾ സാധാരണമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമൃദ്ധി വേണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ എല്ലാ അമാവാസിയിലും പൗർണമിയിലും ഇത് ചെയ്യുക. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ്: നിങ്ങളിത് ചെയ്യുമ്പോൾ ആരും നിങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല. വീട്ടിലെ ആരും ചോദിക്കരുത്, അയ്യോ ഇതെന്താണ് ചെയ്യുന്നത്? ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? എന്തിനാണ് പുകയുണ്ടാക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾ ആ ഊർജത്തെ മുറിച്ചുകളയും. അതിനാൽ വീട്ടിലുള്ളവരോട് മുൻകൂട്ടി പറയുകയോ അല്ലെങ്കിൽ ആരും ചോദ്യം ചെയ്യാൻ ഇല്ലാത്ത സമയത്ത് ചെയ്യുകയോ ആണ് നല്ലത്. പുറത്തുള്ളവരോടിത് തീരെ പറയരുത്. നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്നവരിൽ നിന്നാണ് പലപ്പോഴും ദോഷദൃഷ്ടി ഉണ്ടാകുന്നത്. ഇതൊരു രഹസ്യമായി സൂക്ഷിക്കുക. നിങ്ങളുടെ സന്തോഷങ്ങൾ മറ്റുള്ളവരോട് വിളിച്ചു പറയാതിരിക്കുക. വളരെ കുറച്ചുപേർക്ക് മാത്രം അറിയാവുന്ന മറ്റൊരു രഹസ്യം കൂടി ഞാൻ പറയാം. കർപ്പൂരം കത്തിക്കുമ്പോൾ അതിൽ ഒരു വയനയില കൂടിയിട്ടാൽ പണം ആകർഷിക്കുന്നതിന് ഈ രീതി കൂടുതൽ ശക്തമാകും. ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിനാണ് വയനയില ഉപയോഗിക്കുന്നത്. കർപ്പൂരം തടസ്സങ്ങൾ മാറ്റുന്നു. ഗ്രാമ്പൂ ദോഷദൃഷ്ടി മാറ്റുന്നു. വയനയില ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു. ഇതൊരു ശക്തമായ കൂട്ടുകെട്ടായി മാറുന്നു. സുഹൃത്തുക്കളെ, വീട് നമ്മുടെ അമ്പലമാണ്. നമ്മൾ ലോകമെമ്പാടുമുള്ള അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു. എന്നാൽ നമ്മൾ താമസിക്കുന്ന, ഉറങ്ങുന്ന, ഭക്ഷണം കഴിക്കുന്ന വീടിന്റെ ഊർജം മലിനമാണെങ്കിൽ ലോകത്തുള്ള ഒരു ദൈവത്തിനും നമ്മെ സഹായിക്കാനാവില്ല. വാസ്തു എന്നത് ദിക്കുകളുടെ മാത്രം പേരല്ല. വാസ്തു എന്നത് ഊർജത്തിന്റെ പേരാണ്. ചില വീടുകളിൽ പോകുമ്പോൾ വളരെ സമാധാനം തോന്നുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവിടെ നിന്ന് തിരിച്ചുപോരാൻ തോന്നില്ല. എന്നാൽ ചില വീടുകളിൽ പോകുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടും. എപ്പോഴാണ് അവിടെ നിന്ന് പോരുക എന്ന് തോന്നും. ആ വീടുകളും നിങ്ങളുടെ വീടും തമ്മിലുള്ള വ്യത്യാസം വൈബ്രേഷൻ മാത്രമാണ്. സമ്പന്നരായ ആളുകൾ അറിയാതെയെങ്കിലും അവരുടെ വീടുകൾ സുഗന്ധവും ശുചിത്വവും കൊണ്ട് നിറച്ചുവെക്കുന്നു. അവർ ഉയർന്ന വൈബ്രേഷനിൽ ജീവിക്കുന്നു. ദരിദ്രനായ ഒരാളുടെ വീട്ടിൽ ദുർഗന്ധവും ഇരുട്ടും മാലിന്യങ്ങളും ഉണ്ടാകും. ഇത് ദാരിദ്ര്യത്തിന്റെ ലക്ഷണം മാത്രമല്ല, ഇത് ദാരിദ്ര്യത്തിന്റെ കാരണം കൂടിയാണ്. ഇന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ ചെറിയൊരു കാര്യം ചെയ്തു നോക്കൂ.
ഈ 5 രൂപയുടെ കർപ്പൂരം നിങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം തടഞ്ഞേക്കാം. ഇതൊരു വെറും പൊടിക്കൈയല്ല. ഇത് നിങ്ങളുടെ വീടിനെ റീബൂട്ട് ചെയ്യാനുള്ള ബട്ടണാണ്. മൊബൈൽ ഹാങ് ആകുമ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ഇതൊരു റീസ്റ്റാർട്ട് ബട്ടണാണ്. നിങ്ങളുടെ വീടിന്റെ കഥ മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ? ആ ഭാരത്തെ എന്നേക്കുമായി യാത്രയാക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇന്ന് വൈകുന്നേരം ഇത് പരീക്ഷിക്കുക. ഓർക്കുക, വിശ്വാസമാണ് ഈ കർപ്പൂരത്തെ കത്തിക്കുന്ന തീപ്പെട്ടി. മനസ്സിൽ സംശയത്തോടെ ചെയ്താൽ ഇതൊരു വെറും പുക മാത്രമാണ്, എന്നാൽ വിശ്വാസത്തോടെ ചെയ്താൽ ഇതൊരു അത്ഭുതമാണ്. നിങ്ങളുടെ വീടിന്റെ കോണുകൾ വൃത്തിയാക്കുക, മാറാലകൾ മാറ്റുക, ആവശ്യമില്ലാത്ത സാധനങ്ങൾ പുറത്തേക്ക് കളയുക, തുടർന്ന് ഈ ശുദ്ധമായ അഗ്നിവീട് മുഴുവൻ കാണിക്കുക. ചുമരുകൾ പോലും പുഞ്ചിരിക്കുന്നത് നിങ്ങൾ കാണും. ലക്ഷ്മീദേവി നിങ്ങളുടെ വാതിലിൽ മുട്ടുന്നത് നിങ്ങൾ കാണും. കാരണം ലക്ഷ്മീദേവിക്ക് വൃത്തിയുള്ളതും സുഗന്ധമുള്ളതും ശുദ്ധവുമായ വീടാണ് ഇഷ്ടം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ലോക്കിംഗ് സ്റ്റെപ്പ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊരു ഊർജവുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഊർജം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഒരു തീരുമാനമെടുക്കുക. ഇപ്പോൾ താഴെ കമന്റ് ബോക്സിൽ പോയി എഴുതുക, നെഗറ്റിവിറ്റി അവസാനിച്ചു, സമൃദ്ധി തുടങ്ങി. ഈ കമന്റ് വെറുമൊരു വാക്കല്ല, ഇതാണ് നിങ്ങളുടെ ഉദ്ദേശ്യം. ഞാൻ എന്റെ ശുദ്ധീകരണത്തിന് തയ്യാറാണെന്ന പ്രപഞ്ചത്തിനുള്ള നിങ്ങളുടെ സിഗ്നലാണിത്. നിങ്ങളിത് എഴുതുമ്പോൾ നിങ്ങൾ ഈ പ്രക്രിയ ആരംഭിക്കുകയാണ്. അതിനാൽ മടിക്കരുത്. ഇപ്പോൾ തന്നെ എഴുതുക. നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കുക. പോയി കർപ്പൂരം കണ്ടെത്തുക, ഗ്രാമ്പു കണ്ടെത്തുക. ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ വീടിനെ സ്വർഗമാക്കുക. കാരണം സുഗന്ധപൂരിതവും സമൃദ്ധവും സന്തോഷകരവുമായ ഒരു ജീവിതത്തിന് നിങ്ങൾ അർഹനാണ്. ദാരിദ്ര്യം നിങ്ങളുടെ വിധിയല്ല. അത് വെറും അടിഞ്ഞുകൂടിയ പൊടി മാത്രമാണ്. ഇന്ന് ആ പൊടി വൃത്തിയാകാൻ പോവുകയാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഇത് സംഭവിച്ചു കഴിഞ്ഞു. നന്ദി.